വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വയനാട്ടിലെ തുരങ്കപാതയ്ക്ക്, താമരശ്ശേരി ചുരത്തിന് കീഴെയുള്ള തുരങ്കപാതയ്ക്ക് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. നേരത്തെ പ്രാഥമിക അനുമതി നൽകിയിരുന്നു, ഇപ്പോൾ പൂർണ്ണമായിട്ടും അനുമതി നൽകിയിരിക്കുകയാണ്. മലയാള മനോരമയുടെ വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയാണ്: നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണം, മല തുരക്കുമ്പോഴുള്ള ആഘാതം പഠിക്കുകയും വേണം. അതുകൂടി ചേർത്താണ് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. വയനാട്ടിലെ ആനക്കാംപൊയി കള്ളാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അന്തിമ അനുമതി ലഭിച്ചിരിക്കുകയാണ്. പരിസ്ഥിതി ആഘാതവും അവ ലഘൂകരിക്കാൻ സ്വീകരിക്കുന്ന നടപടികൾ സൂചിപ്പിച്ച് കൊങ്കൺ റെയിൽ അധികൃതർ നൽകിയ വിശദീകരണം അംഗീകരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. പരിസ്ഥിതി ലോല പ്രദേശത്ത് നിർമ്മാണം അതീവ ശ്രദ്ധയോടെ നടത്തണം. മല തുരക്കുമ്പോൾ സമീപ പ്രദേശത്തുണ്ടാകുന്ന ആഘാതം കൃത്യമായി പഠിക്കണം. കനത്ത മഴ ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ 2 ജില്ലകളിലും വേണം. വയനാട്, നിലമ്പൂർ, ആനത്താരയിലെ അപ്പങ്കാപ്പ് ഭാഗത്ത് ആനത്താര നിലനിർത്താൻ 3.0579 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം. പദ്ധതി പ്രദേശത്ത് മാത്രമുള്ള ബാണാസുര ചില്ലപ്പൻ എന്ന പക്ഷികളുടെ സംരക്ഷണത്തിനുള്ള പഠനം നടത്തണം. ജില്ലാ തലത്തിൽ 4 വിദഗ്ധ സമിതി രൂപീകരിക്കണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് പദ്ധതിക്ക് നിശ്ചയിച്ചത്. ഇതിൽ കൊങ്കൺ റെയിൽവേ അധികൃതർ നൽകിയ വിശദീകരണം കൂടി അംഗീകരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. വയനാട്ടിലെയും കോഴിക്കോട്ടെയും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ തുരങ്കപാത. വയനാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കോഴിക്കോടിനെ ആശ്രയിക്കണമെങ്കിൽ വളരെ ദുരിതം പിടിച്ച രീതിയായിരുന്നു അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത്. താമരശ്ശേരി ചുരത്തിൽ കൂടെയായിരുന്നു അവർക്ക് കോഴിക്കോടിലേക്ക് എത്താൻ പറ്റുന്നത്. മാത്രമല്ല, ചുരത്തിൽ എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്ക് ആയിരിക്കും. അത് പ്രകാരം ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, മഴക്കാലത്ത് മണ്ടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ട്രാഫിക് ബ്ലോക്ക് ആവുന്ന അവസ്ഥയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് കോഴിക്കോട്ടേക്ക് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പലർക്കും യാത്ര തന്നെ നിർത്തേണ്ട അവസ്ഥയായിരുന്നു. അതുമാത്രമല്ല, കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഏറ്റവും സുപ്രധാനമായ വഴി വയനാട്ടിൽ കൂടിയാണ്. അവിടെ ഒരു തുരങ്കം വരികയാണെങ്കിൽ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ മേഖലയിലുള്ള രാത്രി യാത്രാ നിരോധനത്തിന് മുമ്പ് കോഴിക്കോട് നിന്നുള്ള ബസ്സുകൾക്ക് പെട്ടെന്ന് അവിടെ എത്തുകയും അതിനു മുൻപായിട്ട് വനമേഖല കടക്കുകയും ചെയ്യും. അങ്ങനെ ബാംഗ്ലൂരിലേക്കുള്ള ദൂരം ഒരുപാട് കുറയും. സുപ്രധാനമായിട്ടുള്ള IT നഗരമായിട്ടുള്ള ബാംഗ്ലൂരിനും കോഴിക്കോട്ടേക്കുള്ള ദൂരവും സമയവും ഒരുപാട് കുറയുകയും ചെയ്യും. അങ്ങനെ യാത്രാ സമയത്തിലും സാമ്പത്തികമായിട്ടും ഒരുപാട് ലാഭം കോഴിക്കോട്ടുകാർക്കും വയനാട്ടുകാർക്കും ഉണ്ടാകാൻ പോകുന്ന, കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല മൊത്തം വടക്കൻ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന സുപ്രധാനമായ ഒരു പദ്ധതിയാണ് വയനാട് തുരങ്കപാത. അതിനാണ് ഇപ്പോൾ പാരിസ്ഥിതിക അന്തിമ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബജറ്റിലും കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലും 2141 കോടി രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരുന്നു. തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ്, റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി എന്നീ 2 കമ്പനികളാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് 1341 കോടി രൂപയ്ക്ക് ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് തുരങ്കത്തിൻ്റെ നിർമ്മാണവും 160 കോടി രൂപയ്ക്ക് റോയൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് 90% സ്ഥലം ഏറ്റെടുപ്പ് ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ അതിവേഗമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ്. സംസ്ഥാനത്തിന് ഏറ്റവും അതിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന, മൊത്തം മലബാറിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതിയാണ്. വയനാട്ടിനെ കൂടുതൽ കോഴിക്കോട്ടേക്ക് അടുപ്പിക്കുക എന്ന വ്യക്തമായ നീക്കം കൂടിയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ പദ്ധതിയാണ്. ഇതിപ്പോൾ ചേർത്ത് പറയേണ്ട സുപ്രധാനമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പാണ്. നേരത്തെ ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പരസ്യമായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറയുന്നുണ്ട് തുരങ്കപാത നിർമ്മാണം തടയുമെന്ന്. മാത്രമല്ല, സംസ്ഥാനത്തെ ചില പരിസ്ഥിതിവാദികളും ഇതിൻ്റെ പുറം നടക്കുന്നുണ്ട്. ബാണാസുര ചില്ലപ്പൻ എന്ന പേരും പറഞ്ഞ് ഒരുപാട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ എതിർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയം തന്നെ ഇപ്പോൾ അന്തിമ അനുമതി നൽകിയിരിക്കുകയാണ്. ഇനി ഇതിൽ നിർമ്മാണം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ആ മണ്ഡലത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലും ഇതിൻ്റെ ആലോചനകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ അന്തിമ പരിസ്ഥിതി അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇപ്പോൾ നൽകിയിട്ടുള്ളത്.